സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതൊക്കെ എന്തോ ഒരു അപരാധമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കൂട്ടായിക്കോട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സ്ത്രീകളുടെ ശരീരത്തെ കുറിച്ചിട്ടാണ്. ഏറ്റവും ലാസ്റ്റ് ഏതെങ്കിലും ഒരു പെണ്ണൊരു കാര്യം പരിഗണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവളുടെ ശരീരത്തെ ആയിരിക്കും. കുറേയൊക്കെ ഇങ്ങനത്തെ ഒരു കൾച്ചറിൽ വളരുന്നത്, സ്വന്തം ശരീരത്തെ പരിപാലിക്കുന്നത് എന്തോ വലിയൊരു അപരാധമാണെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് പോലും ശരിയായിട്ട് സ്വന്തം ശരീരം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പല അമ്മമാർക്കും സാധിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒതൻറ്റിക് ആയിട്ട്, അതായത് ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാരി വലിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് തെറ്റായിട്ടുള്ള കുറേ ധാരണകളുണ്ട്. അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ട് 1.5 ലോഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മാറ്റിമറിക്കുന്ന, അതായത് നിങ്ങൾക്ക് ഒതൻറ്റിക് ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങളുടെ ബോഡി കെയർ ചെയ്യാനുള്ള പേഴ്സണൽ ഹൈജീൻ ടിപ്സാണ്. 24ഓളം ടിപ്സ് പറയുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന, അതായത് കുഞ്ഞു മക്കൾ മുതൽക്ക് കുഞ്ഞു പെൺകുട്ടികൾ മുതൽക്ക് ഏത് ഏജിലുള്ള പെൺകുട്ടിയാണെങ്കിലും നിങ്ങളൊരു പെണ്ണാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 24 ടിപ്സാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കും നല്ലതാണ്, ചുറ്റൂടുള്ള ആൾക്കാർക്കും നല്ലതാണ്. ബാഡ് സ്മെൽസ് ഉണ്ടാവില്ല. നമ്മുടെ ബോഡി ബാക്ടീരിയ കൊണ്ടുള്ള ഒരു സംഭവമാണ്. സോ നമ്മുടെ ബോഡി നമ്മൾ കുളിക്കാതിരിക്കുന്ന സമയത്ത് ബാക്ടീരിയ ഫോം ആവും. അപ്പോൾ നിങ്ങൾ ഡെയിലി കുളിക്കുക. ഡെയിലി കുളിക്കുന്ന സമയത്ത് പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങൾക്കൊരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ വേർപ്പിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്ന ഒരാൾക്കാരാണെങ്കിൽ ഒരു ഇത്തിരി കല്ലുപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വെറും നോർമൽ ചൂടുവെള്ളം കൊണ്ടോ നിങ്ങൾ കുളിക്കുക കേട്ടോ. അങ്ങനെ കുളിക്കുന്ന സമയത്ത് ബാക്ടീരിയ ഫോം ആവുന്നത് കുറയും. മാത്രമല്ല നിങ്ങളുടെ അണ്ടർ ആംസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആലം സ്റ്റോൺ എന്ന് പറയും. ആലം സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ തേച്ച് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ബാക്ടീരിയ ഫോം ആവുന്നത് കുറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്കുള്ളൊരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതെ അത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. രണ്ടാമത്തെ ടിപ്പാണ് ഇൻറ്റിമേറ്റ് ഏരിയ ശുദ്ധിയാക്കി വെക്കുക എന്നുള്ളത്. ഇൻറ്റിമേറ്റ് ഏരിയ മീൻസ് നിങ്ങളുടെ വജൈനൽ പാർട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ശുദ്ധിയാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ, പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് സോപ്പ് ഇട്ടിട്ട് കഴുകുക എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വജൈന എന്ന് പറയുന്നത് ഓൾവേസ് 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 ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അതായത് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു ന്യൂബോൺ ബേബിക്ക് പോലും ഇൻഫെക്ഷൻസിൻ്റെ സാധ്യത വളരെ കുറവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്നത് എന്നോട് വെച്ചാൽ നമ്മുടെ വജൈന അത്രയും പ്യുവർ ആയിട്ടുള്ളൊരു അവയവം ആയതുകൊണ്ടാണ്. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് അത് സെൽഫായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈവൻ വൈറ്റ് ഡിസ്ചാർജ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ അവിടെ നിന്ന് വരുന്ന ലിക്വിഡ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ വജൈനയെ ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പറയുന്ന സോപ്പോ അല്ലെങ്കിൽ ഹാഷായിട്ടുള്ള സാധനങ്ങളോ ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്വാഭാവിക pH അത് അഫക്റ്റ് ചെയ്യും. ഈവൻ ഈ പറയുന്ന നമ്മുടെ ഈ വാഷിംഗ് ലിക്വിഡ്സ് അല്ലെങ്കിൽ വാഷിംഗ് പെർഫ്യൂംഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോക്കി അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം, മൈൽഡ് ആയിട്ടുള്ള pH ഉള്ള ഏതെങ്കിലും ഒരു വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് ഔട്ടർ പോർഷനിൽ യൂസ് ചെയ്യുക. വജൈനയുടെ ഇന്നർ പോർഷനിലോട്ട് നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക. അത് നാച്ചുറലി ക്ലീൻഡ് ആവുന്ന നമ്മുടെ സാധാരണ മൂക്കിൻ്റെയൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെയൊക്കെ ഉള്ളിലുള്ള ലിക്വിഡ്സ് ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ വജൈനയും ക്ലീൻ ആവുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർവെയർ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർവെയർ എന്ന് പറഞ്ഞാൽ ബ്രീത്തബിൾ അല്ലാത്ത മെറ്റീരിയൽസ് ഉള്ള അണ്ടർവെയർസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പലരും ഈ പറയുന്ന ഫാഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ കാണാനുള്ള ഒരു അട്രാക്ഷൻ്റെ ഒക്കെ പുറത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സിന്തറ്റിക് ആയിട്ടുള്ള അണ്ടർവെയർസ്. കാണാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? അതിന് പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് കൊള്ളാലോ അങ്ങനെ തോന്നുന്ന ഐറ്റംസ് ആയിരിക്കും. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മുടെ വജൈനൽ ഏരിയനെ ഡാർക്കൺ ആക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ബ്രെത്ത് എടുക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയ ഫോം ആവാനും റാഷസ് വരാനൊക്കെ കാരണമാവും. സോ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നാലാമത്തേത് ഇതാണ്, ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് അതല്ലാന്നുണ്ടെങ്കിൽ ലെഗിൻ പോലത്തെ പാൻസ് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ബോഡിയിൽ ബോഡി ആക്നേസ് ഉണ്ടാക്കാനായിട്ട്, കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഇറുകിയിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ നിന്ന് ബാക്ടീരിയാസ് ഫോം ആവും. അതുകൊണ്ട് തന്നെ ബോഡി ആക്നെ ഉണ്ടാവും. അതായത് കുഞ്ഞി തരിതിരിക്കാനുള്ള ബംസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇതല്ലാതെ തന്നെ നിങ്ങൾ ഇനഫ് ആയിട്ടുള്ള ബോഡി കെയർ, നിങ്ങളുടെ ശരീരത്തിന് ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഒരു സ്ക്രബ് കൊടുക്കുക. അങ്ങനെയൊന്നും ചെയ്യാത്ത പക്ഷം സ്ത്രീകളുടെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ ഫോം ആവുകയും ചെയ്യും. കുഞ്ഞി ആക്നെ പോലെയുള്ള കാര്യങ്ങൾ, ബംസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ എപ്പോഴും ബാക്ടീരിയ ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കും. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ കുറച്ച് വലിയ ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ഒരു ടീനേജ് പിള്ളേരൊക്കെ ഇത് ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ഡെയിലി കുളിക്കാൻ മറന്നാൽ പോലും ഡെയിലി അണ്ടർവെയർ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഇത് ഡെയിലി അണ്ടർവെയർ ചേഞ്ച് ചെയ്യാതെ പ്രശ്നങ്ങളായിട്ടുള്ള കുറേ കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഡെയിലി നിങ്ങൾ അണ്ടർവെയർ ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, പെൺകുട്ടിയോ ആൺകുട്ടി ആരുണ്ടെങ്കിലും ഈ ഡെയിലി അണ്ടർവെയർ
അണ്ടർവെയർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഹാബിറ്റ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. ബാക്ടീരിയാസ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ UTI പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഡെയിലി അണ്ടർവെയർസ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടുന്ന ഡ്രസ്സുകളിലൊന്നാണ് അണ്ടർവെയർ എന്ന് പറയുന്നത്. സോ അണ്ടർവെയറിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടി വയ്ക്കുക. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല പ്രൈസുള്ള അല്ലെങ്കിൽ ബ്രീത്തബിൾ മെറ്റീരിയലുള്ള അണ്ടർവെയർസ് തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 6ാമത്തെ പോയിന്റ് ആണ്, പീരിയഡ്സിന്റെ ടൈമിൽ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത്, ഈവൻ പീരിയഡ് പാൻറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ആയിക്കോട്ടെ, പീരിയഡ് പാഡ്സ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓരോ 6 മണിക്കൂറിൽ 4 to 6 hours ഉള്ളിൽ തന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈവൻ ഇപ്പോൾ നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ തന്നെ എനിക്ക് 8 മണിക്കൂർ പോകും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 10 മണിക്കൂർ പോകുന്നതായിട്ട് അങ്ങനെ നിങ്ങൾ അകത്ത് തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. കാരണം ബാക്ടീരിയ ഫോം ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും. മാത്രമല്ല ബാക്ടീരിയ ഫോം ചെയ്യില്ല, ഇവണ്ടോ ബാക്ടീരിയ ഫോം ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ഫോം ചെയ്തിട്ട് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് നമ്മുടെ മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത്. പിന്നെ നിങ്ങൾ എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. ചിലർക്ക് ടാംപോൺസ് സ്യൂട്ട് ആവില്ല, ചിലർക്ക് മെൻസ്ട്രൽ കപ്പ് സ്യൂട്ട് ആവില്ല, ചിലർക്ക് പാഡ് സ്യൂട്ട് ആവില്ല, ചിലർക്ക് ഈ പീരിയഡ് പാൻറ്റി സ്യൂട്ട് ആവില്ല. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നീ എന്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു സജഷൻ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാട്ടിന് വിടാം. നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങളുടെ കംഫർട്ടിന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മേ ബി ലീക്കേജ് ഉണ്ടാവാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വജൈനൽ പെയിൻ ഉണ്ടാവും പീരിയഡ്സിൻ്റെ ടൈമിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുന്നതൊന്നും പോസിബിൾ ആവുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവുന്നത് അതിൽ സസ്റ്റെയിൻ ചെയ്യുക. ആൻഡ് അതിൽ കുറച്ച് അപ്ഗ്രേഡ് കൊണ്ടുവരാം. അതായത് ഇപ്പം നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 to 6 മണിക്കൂർ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. അതിന് കൃത്യമായിട്ട് വാഷ് ചെയ്യുക. അടുത്ത പോയിന്റ് ഇതാണ്, കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പീരിയഡ് പാൻറ്റി ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് അവിടെ ഇരുന്നോട്ടെ അങ്ങനെ കരുതരുത്. കൃത്യമായിട്ട് എടുക്കുക, വാഷ് ചെയ്യുക. അതുപോലെ തന്നെ പാഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുവരുന്ന ഹാബിറ്റോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പാഡ് നിങ്ങൾ കീറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോട്ടൺ മാത്രം നിങ്ങൾക്ക് എടുത്തിട്ട് ടോയ്ലറ്റോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനോ മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള കവറിനെ നിങ്ങൾ ചുരുട്ടിയിട്ട് ഒരു ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞ് ഡസ്റ്റ്ബിനിലിടുക. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അത് വാഷ് ചെയ്തിട്ട് വേണം റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കേട്ടോ. 8th പോയിന്റ് ആണ്, നിങ്ങൾ പീരിയഡ് ടൈമിൽ കുളിക്കുക എന്നുള്ളത്. പീരിയഡ് ടൈമിൽ നിങ്ങൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഈവൻ വയറുവേദന ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ബോഡി ക്രംസ് ഉണ്ടെങ്കിൽ, ബോഡി ഭയങ്കര പെയിൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പീരിയഡ്സ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു പനി വന്ന് പോകുന്ന പോലെ, ചിലർ അറിയില്ല പനി വന്നപ്പോൾ പന്നി പിടിച്ച പോലെ ആയിരുന്നു എന്നുള്ളത്. അതേപോലെയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം പീരിയഡ്സ് ഒരു പേടി സ്വപ്നമാണ്. അപ്പോൾ ആ ടൈമിൽ എഴുന്നേൽക്കാനും കുളിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇത്തിരി ഒരു വാം വാട്ടറിൽ ഒന്ന് കുളിച്ച് നോക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. 9ാമത്തെ പോയിന്റ് ആണ്, പാൻറ്റി ലൈനർ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പലരും ഈ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പാൻറ്റീസിൽ നമ്മളിരുന്ന അണ്ടർവെയറിലൊക്കെ ആ ഒരു വൈറ്റ് ഇത് നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവുന്നതുകൊണ്ടാണ് പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഡെയിലി പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർവെയർ ഈവൻ കോട്ടൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കിന്നിലോട്ട് ബ്രെത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്കിന്നിന് ശ്വസിക്കാൻ പറ്റാതെ ആവുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ബാക്ടീരിയ ഫോം ആവും. ബാക്ടീരിയ ഫോം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അലർജീസ് വരും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പാൻറ്റി ലൈനർ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. അത്രമാത്രം നിങ്ങൾക്ക് ഫ്ലോ ഉണ്ടെങ്കിൽ, ഈ വൈറ്റ് ഡിസ്ചാർജോ കാര്യങ്ങളോ നിങ്ങൾക്ക് അത്രമാത്രം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നല്ലോണം വെള്ളം കുടിക്കുക കേട്ടോ. 10ാമത്തെ പോയിന്റ് ആണ്, ഓരോ തവണ നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത ശേഷം, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ തവണ നിങ്ങൾ കുളി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് തുടയ്ക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈജീൻ റുട്ടീനായിട്ട് തന്നെ കണക്കാക്കുക കേട്ടോ. കാരണം വെള്ളം അല്ലെങ്കിൽ ഈർപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ബാക്ടീരിയ ഫോം ആവും. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടയ്ക്കുക. ഈവൺ ഇപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് എല്ലായ്പ്പോഴും കോട്ടൺ തുണി കൊണ്ടുപോയാൽ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം കൈകൊണ്ടാണെങ്കിലും ഈ ഔട്ടർ ലെയറിൽ ഇരിക്കുന്ന നല്ല വെള്ളത്തുള്ളികളൊക്കെ നന്നായിട്ടൊന്ന് ഒഴിവാക്കിയ ശേഷം നിങ്ങൾ പാൻറ്റീസ് ഇട്ടിട്ട് വരിക. 11ാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത ശേഷം, മൂത്രം ഒഴിച്ച ശേഷം ഒരിക്കലും വജൈനയുടെ ഏരിയയിൽ നിന്ന്, അതായത് യോനി ഭാഗത്ത് നിന്ന് ബാക്കിലോട്ട് മാത്രം നിങ്ങൾ വൈപ്പ് ചെയ്യുക, കഴുകുക. അതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കഴുകുന്നത് ഒഴിവാക്കുക.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിലുള്ള ബാക്ടീരിയാസ് ഒക്കെ യൂറിനറി ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വജൈനൽ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അവിടെ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ വജൈനയിൽ നിന്ന് ബാക്കിലോട്ട് നിങ്ങൾ കഴുകുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവർക്കിതൊന്നും വല്ലാണ്ട് അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ചൊറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് നടക്കുന്ന കുട്ടികൾ ഒരുപാട്. 12ാമത്തെ കാര്യമാണ് സെക്സിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെന്ന് കിടന്നുറങ്ങാതിരിക്കുക, നല്ല പോലെ വാഷ് ചെയ്യുക. അതെന്താ വെച്ചാൽ പങ്കാളിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഇൻഫെക്ഷൻ നിങ്ങളിലോട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്നുണ്ട്. അടുത്ത പോയിന്റാണ് നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ അടുത്ത പോയിന്റാണ് ഷേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഷേവ് ഓർ വാക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം അലോവേര ജെൽ യൂസ് ചെയ്യുക. അലോവേര ജെൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ആലം സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റെഡ്നെസ്, അതേപോലെ ഒരു റെഡ് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു കുരുകളൊക്കെ ഉണ്ടാവില്ലേ, റേസറുടെ അലർജി ഉണ്ട്, ആ ഒരു പരിപാടിയൊക്കെ നമുക്ക് അവിടെ കാം ഡൗൺ ചെയ്യും. നല്ല പോലെ തന്നെ ആഫ്റ്റർ ഷേവ് ലോഷൻസ് നിങ്ങൾ ഷേവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഷേവിങ് ക്രീം യൂസ് ചെയ്യുക, എന്നിട്ട് ഷേവ് ചെയ്യുക, നല്ല ചെറിയൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കുക, എന്നിട്ട് ഷേവ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഇത്തിരി സമാധാനം കിട്ടും. അതുപോലെ ഈ പറയുന്ന റേസറിൻ്റെ അലർജീസ് എന്നൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ പ്രിവെൻറ്റ് ചെയ്യും. 15ാമത്തെ പോയിന്റാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പ്രഗ്നൻസിക്ക് ശേഷമുള്ള ആൾക്കാരൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ പീരിയഡ്സ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പീരിയഡ് ട്രാക്കർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഞാനിവിടെ സൈഡിൽ ഏതെങ്കിലും ഒരു പീരിയഡ് ട്രാക്കർ ആപ്ലിക്കേഷൻ്റെ ഒരു ഇത് കൊടുക്കാം കേട്ടോ. നിങ്ങളത് നോക്കി സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഏതെങ്കിലും ഒരു പീരിയഡ് ട്രാക്കർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഇഫ് നിങ്ങളുടെ പീരിയഡ്സ് തള്ളി പോകുന്നുണ്ടോ അല്ലെങ്കിൽ നേരത്തെ ആണോ, എത്ര ദിവസം നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈവൻ PCOD, PCOS അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഏർലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖങ്ങളെ കണ്ടുപിടിക്കാനും സാധിക്കും. 16ാമത്തെ പോയിന്റ് ആണ് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ നല്ല പോലെ കിടന്നുറങ്ങുന്നുണ്ടെന്ന് മിനിമം ഒരു 6 to 8 hours എങ്കിലും നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ പിടിച്ച് വയ്ക്കുക കേട്ടോ. ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏത് ഏജിലുള്ള ആളായിക്കോട്ടെ നന്നായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അടുത്ത പോയിന്റ് ആണ് നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റിന്റെ മേലെ ഇടാനുള്ള ഒരു കവർ കിട്ടും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് എവിടെയെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ പിക്ക് വേണമെങ്കിൽ കൊടുക്കാം, എന്നിട്ട് ലിങ്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് അതിന്റെ മേലെ വിരിക്കാം, ടോയ്ലറ്റിന്റെ മേലെ വിരിക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിനെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന സ്പ്രേകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. ഈവൻ സ്കൂളിലോ കോളേജിലോ ഒക്കെയുള്ള ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. UTI വരാതിരിക്കാനായിട്ട് ഇത് വല്ലാതെ ഹെൽപ്പ്. 19ാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ ടവല് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത്സ് ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഹൈജീൻ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു ടവലും സോപ്പെങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യുക കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻറ്റിമേറ്റ് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ, ഈവൻ ഇപ്പോൾ ഈ പറയുന്ന വൈറ്റ് ഡിസ്ചാർജിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക. മാത്രമല്ല അത് നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണം കേട്ടോ. അപ്പം അതുകൂടാതെ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യമാണ് നിങ്ങളുടെ ബ്രസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. ഏത് ഏജിലുള്ള കുട്ടി ആയിക്കോട്ടെ, ഈവൻ പീരിയഡ്സിൻ്റെ കുറച്ച് മുന്നേ അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ഒരു ടീനേജ് മുതൽക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വരിക. ബ്രസ്റ്റിൽ എന്തെങ്കിലും സ്വെല്ലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെല്ലിക്ക രൂപത്തിലുള്ള ഒരു കുരുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ബ്രസ്റ്റിന് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ബോഡി എക്സാമിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. കാരണം ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UTI വരുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതായിക്കോട്ടെ, നമ്മുടെ ശ്രദ്ധ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 21ാമത്തെ പോയിന്റ് ആണ് ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈവൻ ദോ നിങ്ങൾ എത്ര തന്നെ പുറത്തുനിന്ന് നമ്മുടെ ഹൈജീനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഡയറ്റിന് വല്ലാത്തൊരു പങ്കുണ്ട് നിങ്ങളുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. സോ നല്ലപോലെ വെള്ളം കുടിക്കുക, മിക്സഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഹെൽത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് പുരുഷന്മാർ കഴിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളത്. അതായത് ഈ പറയുന്ന എല്ലാം സമീകൃത ആഹാരം എന്ന് പറയില്ലേ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്ന ആഹാരം കഴിക്കുക. നിങ്ങളൊരു 35+ ഒക്കെയാണ് നിങ്ങളുടെ ഏജ് എന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക. വൈറ്റമിൻസ് ആയിക്കോട്ടെ, കൊളാജൻ ആയിക്കോട്ടെ, അങ്ങനെ സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് എടുക്കുക. 24ാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കേൾക്കുക എന്നുള്ളത്. അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തടിക്കുന്നുണ്ടോ, പെട്ടെന്ന് മെലിയുന്നുണ്ടോ, നിങ്ങൾക്ക് ഹെയർ ഫോൾ വരുന്നുണ്ടോ, കണ്ണിൻ്റെ അടിയിൽ ഓർക്കാതിരിക്കുന്ന സമയത്ത് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ടോ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുമാത്രമല്ല എത്ര നേരത്തെ നിങ്ങൾ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിൽ നിന്ന് പുറത്തു വരാനും സാധിക്കും. അപ്പോൾ ഈ ഒരു 24 പോയിന്റ്
നിങ്ങൾ ഓരോ ആൾക്കാർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വല്ലപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനും പാമ്പർ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് തിങ്ക് ചെയ്യാനും ഒരു സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ബിഫോർ ദാറ്റ് നിങ്ങൾ വീഡിയോ ചുമ്മാ കണ്ടിട്ട് പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഹൈ പോയിന്റ്സും കൂടെ തരണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.